നമ്മൾ മലയാളികളുടെ പ്രിയപ്പെട്ട ശില്പി ഡാവിഞ്ചി സുരേഷിനെ ആർക്കും ഇനിയിപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ അല്ലേ. വ്യത്യസ്തമായ കലാസൃഷ്ടികൾ കൊണ്ട് അദ്ദേഹം നമ്മളെയൊക്കെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാവിഞ്ചിയുടെ കൊടുങ്ങല്ലൂരിലെ വീട്ടിലും ഒത്തിരി കാഴ്ചകൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് ഇന്നത്തെ സംഗതി സൂപ്പർ. ഹായ് ഹലോ നമസ്കാരം. ന്യൂസ് മലയാളം എന്നുള്ളത് ഡാവിഞ്ചിയിലാണ്. തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരുള്ള ഡാവിഞ്ചി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണും. കേരളത്തിൻ്റെ അഭിമാനമായ കലാകാരൻ ഡാവിഞ്ചി സുരേഷിനെ കാണാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. ഈ വീട് തന്നെ പ്രത്യേകതകൾ കൊണ്ട് ഏറെ പുതുമയുള്ളതാണ്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. കാത്തു നിൽക്കുകയാണ് നമ്മുടെ ഡാവിഞ്ചി സുരേഷ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്, അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. ചേട്ടാ നമസ്കാരം. ഞങ്ങൾ എന്താണേലും ഡാവിഞ്ചി ചേട്ടൻ്റെ കുറേ ശില്പങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഈ വീട്ടിൽ വന്ന് ഒന്ന് കാണണം എന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. ഏതായാലും ആ വീട്ടിലേക്ക് വരാൻ പറ്റി സന്തോഷം. എത്രമാത്രം ഓണമാണ്, ഓണത്തോടനുബന്ധിച്ചുള്ള തിരക്കിലാണെന്നൊക്കെ അറിയാം. എത്രമാത്രം സന്തോഷത്തോടു കൂടിയാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. ഒരുപാട് വർക്കുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് സൃഷ്ടികളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. പുതിയ കുറേ കണ്ടുപിടുത്തങ്ങളും ഇതിനിടയ്ക്കൂടെ നടക്കുന്നുണ്ട്. എന്തായാലും നല്ല തിരക്കാണ്. ഇപ്പോൾ ഓണായതുകൊണ്ട് തന്നെ നല്ല തിരക്കിലാണ്. തൃശ്ശൂർ ചെയ്തിട്ടുള്ള ഒരു ലഹരി ശില്പത്തിന് ശേഷം കുറേ വർക്കുകൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പണിപ്പുരയിലാണ്. ഡിസൈൻ വർക്കിലും കാര്യങ്ങളിലൊക്കെ ഇതിനിടയിൽ കൂടെ നടക്കുന്നുണ്ട്. ഇപ്പം 100 മീഡിയങ്ങൾ ഈ ലോകത്ത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല. പക്ഷേ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചിത്രങ്ങളും മീഡിയങ്ങളും ഉദ്ദേശിക്കുന്നത് പല മെറ്റീരിയലുകളാണ്. നമ്മളിപ്പോൾ ഓരോ ആർട്ടിസ്റ്റുകൾ ഉപയോഗിക്കുന്ന കളർ പെൻസിൽ മുതൽ വാട്ടർ കളർ പെയിൻറ്റിങ്, അങ്ങനെ ഓയിൽ പെയിൻറ്റ്, അങ്ങനെ നിരവധി മീഡിയങ്ങളുണ്ട്. അത് ഒരു 10-30 എണ്ണം സ്ഥിരം എല്ലാ ആർട്ടിസ്റ്റുകളും ചെയ്യുന്നത് കഴിഞ്ഞപ്പോൾ നമ്മൾ പുതിയ മീഡിയങ്ങൾ തേടാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ പറഞ്ഞ ചട്ടിയും കലവും പാത്രമൊക്കെ ഉപയോഗിച്ച് മോഹൻലാലിനെ ഉണ്ടാക്കിയ, മൊബൈൽ ഫോൺ വെച്ചിട്ട് മമ്മൂട്ടിനെ ഉണ്ടാക്കിയ, ദുൽഖറിന് നമ്മളൊരു ഉരുളൻ കല്ലുകൾ ഉപയോഗിച്ചു, പൃഥ്വിരാജിനെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിറകുകൾ ഉപയോഗിച്ചു. അതുപോലെ ഒരുപാട് മീഡിയങ്ങൾ. ഇപ്പോൾ നമ്മൾ വലുപ്പമാണ് നമ്മളുടെ ഒരു ഗ്രൗണ്ടിലായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. ലാലേട്ടൻ്റെ ഒരു ചിത്രം ഏറ്റവും പുതിയതായിട്ട് ചെയ്തതാണ്. കഴിഞ്ഞ ജന്മദിനത്തിന് നമ്മൾ ചുള കൊണ്ട് കുറേ ഒരു സംഭവം ചെയ്തു. അതുപോലെ നമ്മൾ വിദേശത്തും കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റെക്കോർഡുകൾക്ക് വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത്, പക്ഷേ റെക്കോർഡുകൾ പുറകെ വരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഏകദേശം എനിക്കൊരു 11 റെക്കോർഡുകൾ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. 9 നമ്മൾ വേൾഡ് റെക്കോർഡുകളും അതുപോലെ തന്നെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് 2 എണ്ണം, അങ്ങനെയാണ് 11 റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. വലിയ ശില്പങ്ങളൊക്കെ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണാം. വലിയ സിമെന്റിൽ തീർത്ത ശില്പങ്ങളല്ല, പക്ഷെ അതൊക്കെ ഇങ്ങനെ സ്റ്റില്ലായിട്ട് കാണുന്ന ശില്പങ്ങളാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്ന 25 വർഷം മുമ്പാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഈ ഒരു ചലിക്കുന്ന ശില്പങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു ജയൻ ഹെലികോപ്റ്ററിൽ കിടക്കുന്ന ഒരു ശില്പമാണ് ആദ്യം ചെയ്തത്. അതിൽ ചലിക്കുന്നതെന്ന് പറയാനായിട്ട് ഈ ഹെലികോപ്റ്ററിൻ്റെ പങ്ക ഇങ്ങനെ കറങ്ങും, അത്രയും മാത്രമേ ഉള്ളൂ. ജയൻ ഇങ്ങനെ ഹെലികോപ്റ്റർ തൂങ്ങി കിടക്കുന്ന ഒരു ശില്പമാണ്. പിന്നീട് ആന തുമ്പിക്കൈ വെക്കുന്നതും ചെവിയാട്ടുന്നതും തലയാട്ടുന്നതുമായിട്ടുള്ള ശില്പമാണ് രണ്ടാമത് ചെയ്തത്. സാധാരണ അന്ന് മോട്ടറിൽ ചലിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈക്കിൾ വീല് വെച്ചിട്ട് മോട്ടറിൻ്റെ സ്പീഡ് കുറയ്ക്കുകയും തുമ്പിക്കൈ പൊക്കാനൊരു ചലനം, അതുപോലെ ചെവിയാട്ടാൻ വേറൊരു ചലനം, അങ്ങനെ 2-3 ലിങ്കുകൾ കൊടുത്തിട്ടാണ് ഇതിനൊരു ഫോർമുലയുണ്ട്. ഇത് ചെയ്യാനുള്ളൊരു ഫോർമുല ഉണ്ടാക്കിയെടുത്ത് അങ്ങനെയാണ്. പക്ഷെ പിന്നീട് നമ്മളത് പൽചക്രങ്ങളിൽ ഉപയോഗിച്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ പുതുതായിട്ട് ഗിയർ ബോക്സ് ഉപയോഗിച്ച് വളരെ ചെറിയ മെക്കാനിസം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെയൊക്കെ ചലനങ്ങൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ ആനനെ ചെയ്തതിന് ശേഷം കിങ് കോങ്, ദിനോസർ, 25 അടി ഉയരമുള്ള കിങ് കോങ്, അതുപോലെ തന്നെ 35 അടി ഉയരമുള്ള ഗോഡ്സില, അങ്ങനെ വലിയ ശില്പങ്ങൾ കയ്യും കാലും തലയും കണ്ണും ചുണ്ടും ഒക്കെ അനങ്ങുന്ന രീതിയിലേക്ക് നമ്മളെ ഒരു ഫോർമുല ഉണ്ടാക്കിയെടുത്തു ഈ ഒരു മെക്കാനിസം ഉപയോഗിച്ച്. ഡാവിഞ്ചി എന്നുള്ള ഒരു സ്ഥലപ്പേരാണ്, ഇറ്റലിയിലെ ഒരു സ്ഥലപ്പേരാണ്. ആ സ്ഥലപ്പേരാണ് നമ്മൾ ഒരു തൂലികാനാമമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. ചേട്ടൻ്റെ കൂടെ വർഷങ്ങളായിട്ട് ഞാൻ ചെറുപ്പം മുതലേ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും ആ പേര് വീണെന്നുള്ളതാണ്. അത് ഡാവിഞ്ചി സുരേഷ്, ഡാവിഞ്ചി സന്തോഷ്, ഡാവിഞ്ചി ഉണ്ണികൃഷ്ണൻ, അങ്ങനെ പല പേരിലാണ് ഓരോരുത്തരും അറിയപ്പെടുന്നത്.
പിന്നെ ഈ തലക്കെട്ടിന്റെ രഹസ്യം എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ അധികം അങ്ങനെ വളരെ ചുരുക്കം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അത് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു സോറിയാസിസ് എന്ന് പറഞ്ഞൊരു അസുഖം വന്നിട്ടുണ്ടായിരുന്നു. കുറേ നാള് അതിന് സീരിയസ് ആയിട്ട് കുറച്ച് ഞാൻ എല്ലും തോലായ അവസ്ഥയിലേക്ക് വളരെ ഈ തൊലിപ്പുറം കംപ്ലീറ്റ് അടയാളങ്ങൾ വീണ് മൊത്തത്തിൽ ഒരു ഡൗൺ ആയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. നമ്മൾ ഒരുപാട് കലകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ദൈവത്തിന്റെ കലകൾ കുറെ തലയുടെ ഈ ഭാഗത്തൊക്കെ കുറെ ഉണ്ടായിരുന്നു. അതൊന്നും മറയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ക്യാമറാമാൻ സിംബാദാണ് എന്നോട് പറയുന്നത്. ഈ യൂട്യൂബ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം പറഞ്ഞു തൊപ്പി വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പൊ കണ്ണിന് ഇങ്ങനെ ഒരു ഷെയ്ഡ് വീഴുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാൻ പറഞ്ഞാണ് ഈ തലയെക്കെട്ട് തുടങ്ങിയത്. ഇപ്പോൾ ദുബായി പോയാലും സൗദി പോയാലും നമ്മുടെ നാട്ടിലിറങ്ങിയാലും ഈ തലയെക്കെട്ട് കാണുമ്പോഴാണ് എന്നെ ആളുകൾ തിരിച്ചറിയുന്നത്. അപ്പോൾ എങ്ങനെയുണ്ട് സംഗതി? സൂപ്പറാണെന്ന കാര്യം പറയേണ്ടതില്ലല്ലോ. ഈ ഡാവിഞ്ചി സുരേഷിന്റെ വിശേഷങ്ങൾ, അദ്ദേഹത്തിന്റെ പണിശാലയിലെ കാഴ്ചകൾ, വരാനിരിക്കുന്ന കാഴ്ചകൾ, ഇതൊന്നും കണ്ടാൽ മതിയാവില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ആ ഓണക്കാലത്ത് നിരവധി കാഴ്ചകൾ അദ്ദേഹം നമ്മൾക്കായി, മലയാളികൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പം ആ കാഴ്ചകൾക്ക് വേണ്ടി കാത്തിരിക്കാം. ക്യാമറമാൻ സഹീർ ഗുരുവായൂരിനൊപ്പം ലെവിൻ കെ വിജയൻ, ന്യൂസ് മലയാളം, തൃശ്ശൂർ.